ഗംഭീരമായിരുന്നു. അന്ന് കണ്ട അതേ ആവേശവും അതേ മ്യൂസിക്കും പിന്നെ രാജാമണി സാറിനെയൊക്കെ നമ്മളിപ്പോൾ തൊഴുന്ന് അത്രയും നല്ല ആറാറാണ്, ഗംഭീര ആറാറാണ്. എന്താ പറയുക, അന്ന് കണ്ട അതേ ആവേശത്തിലാണ് ഞങ്ങൾ ഭയങ്കര ഉള്ളിൽ കിടന്ന് കൈയടിയും ബഹളവും ഓരോ പഞ്ചിനും കൈയടിയായിരുന്നു. സ്വാഗം കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഈ ഞാൻ പറഞ്ഞിട്ട് വേണം ഒന്ന് പോയടാ. മമ്മൂക്കിയൊക്കെ ഇനി ഞാൻ പറയണോ? ലോകത്തിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫാനായതുകൊണ്ടും ആ സിനിമ അന്ന് അത് അത്ര ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ്. അതുകൊണ്ട് ഇന്നും വന്ന് കാണാൻ വന്നു. ഫസ്റ്റ് ഷോക്ക് തന്നെ കാണണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അന്ന് നടന്നില്ല, ഇന്ന് നടന്നു. അടിപൊളി ആവേശം തന്നെയാണ്. ഇപ്പോഴും രോമാഞ്ചം തന്നെയാണ് സിനിമ. എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ആണ് ഫോർക്കിയത്. ഇത് ഇറങ്ങിയ സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല. ഞാൻ ജനിച്ചത് 3 വയസ്സ് തന്നെ ഇന്നും നിൽക്കുന്ന ഒരു സിനിമയാണ്. എല്ലാവരും ഒന്ന് കാണണം. ടൈം ലെങ്ത് ഒന്ന് കുറച്ചിട്ടുണ്ടെന്നല്ല, വേറെ ഷോർട്സ് ആയിട്ട് ഒന്നും ചെയ്യും. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇപ്പോഴുള്ള ആ ആവേശത്തിൽ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അത്രയ്ക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം വരാവുന്നത്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി എനിക്ക് പറയാം, വളരെ അടിപൊളിയാണ്. ഞാൻ ഈ സിനിമ അറിയാൻ ജനിച്ചിട്ടില്ല. ഇപ്പോഴും ആ ഗൂസ് ബംസ് മാറിയിട്ടില്ല. ഓരോ ഇടിക്കും നമുക്ക് ആ ഒരു ഗൂസ് ബംസ് ഫീലാണ്. നമുക്കിടെ ഗ്ലാമറൊക്കെ ആ ഒരു ടൈമിൽ അടിപൊളിയാണ്. എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണാൻ സിനിമ വീണ്ടും ചെയ്യാൻ പിന്നെ എന്തായാലും പറയാമല്ലോ. അപ്പൊ ഷാഹിദ് മക്കളെന്ന നിലയ്ക്കും അല്ലെ അദ്ദേഹത്തിന്റെ സിനിമയുടെ ഫാൻസ് എന്ന നിലയ്ക്കും എന്ന് പറയുവാണെങ്കിൽ ഇനി അദ്ദേഹത്തിന്റെ ഏത് പടമാണ് നിങ്ങൾക്ക് ഒരു 4K റീ റിലീസ് കാണാൻ ആഗ്രഹമുണ്ട്? അങ്ങനെ എനിക്ക് എല്ലാം കൂടെ കിങ് കണ്ടാൽ എന്തുകൊണ്ടാണ്? എനിക്ക് അങ്ങനത്തെ പവർ ഡയലോഗ്സ് നമ്മുടെ ലുക്ക് ആ സ്റ്റൈലും ഭയങ്കര ഇഷ്ടം. കാരണം ഇതൊക്കെ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ വീണ്ടും ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അതുപോലെ സിനിമകൾ കുറവാണ്. അതെന്തുകൊണ്ടായിരിക്കും? നിങ്ങളൊക്കെ പുതിയ ഡയറക്ടേഴ്സ് ആണല്ലോ, നല്ല ഡീപ്പിന്റെ ഡയലോഗുകളൊക്കെ കുറഞ്ഞു വരാണ്. ലെങ്തി ഡയലോഗ്സ് പക്ഷെ ഇപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതെ അതെ. അപ്പൊ എന്തുകൊണ്ട് അത് വരുന്നില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ട്? നമ്മുടെ ഡയറക്ടറും കൂടി ആയതുകൊണ്ട്. ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. നിങ്ങൾ അങ്ങനെ എഴുതുന്നുണ്ടാവില്ല. കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് സിനിമയില്. അതിൻ്റെതായ ചേഞ്ചസ് വരുമ്പോൾ അതിൻ്റെതായ രീതി മാറും എന്നുള്ളത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ബ്രോക്ക് ഏത് പടം കാണാൻ ആഗ്രഹം? 4K റീ റിലീസ് സാറിന്റെ സെയിം ഇങ്ങനെ തന്നെ കാണണമെന്നുണ്ട്. ഇനി പുതിയ പടങ്ങൾ വരട്ടെ. ഇതേപോലെ തന്നെ ആവേശം നമുക്ക് വീണ്ടും തിയേറ്ററിൽ കൊണ്ടുവരണം. അടിപൊളിയായിട്ട് അല്ല, എന്നാലും പണ്ട് 2000 ഇറങ്ങിയ പണ്ട് കണ്ട അതേ ഫീൽ തന്നെയാണോ? നൂതനമായ സാങ്കേതിക വിദ്യ പടം തിരിച്ചു വരുമ്പോൾ അതേ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പോൾ പല ജനറേഷൻസിലെ ആളുകളുടെ കൂടെ ഇരുന്നിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത്. അതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയത് ഈ ഒരു യങ്ങർ ക്രൗഡ് ഉണ്ടല്ലോ. ഈ പടം ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഇപ്പം എൻ്റെ ഓഫീസിൽ തന്നെയുള്ള ഒരു കുട്ടിയുണ്ട്. ആൾക്ക് 5 മാസമുള്ള സമയത്ത് ഈ സിനിമ റിലീസായിട്ടുള്ളത്. അപ്പൊ ആളിപ്പോ എന്റെ കൂടെ ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്കൊരു മൈൽഡ് സ്റ്റോൺ പ്രോജക്റ്റ് ആണ് വെള്ളിയേട്ടൻ. ഒരു ഓണറാണ് ഇങ്ങനത്തെ സിനിമകളിൽ. മലയാളം സിനിമയെ റീഡിഫൈൻ ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. ജനങ്ങൾ കേട്ടത് വളരെ സെലിബ്രേറ്റ് ചെയ്ത സിനിമകളുണ്ട്. ആ നൊസ്റ്റാൾജിയും ഇമോഷനും എല്ലാം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു സിനിമ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചേച്ചി എന്നാലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പടം റീ റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഒരു ഭാഗമാകാൻ പറ്റുമെന്ന്? പേഴ്സണലി ഞാൻ വളരെ ഓണറാണ്. എനിക്ക് എന്താ ഒരു ഓവർവെൽഡ് ഫീലിംഗ് ആണ്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. അതും ഇതുപോലൊരു സിനിമയുടെ ഭാഗമാണ്. ഇവിടെയൊക്കെ കൂടെ ഇരുന്ന് സിനിമ കാണാം. ഈ ഷോ കാണാൻ ഷാജി സാറിന്റെ മക്കൾ 2 പേരും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഇരുന്ന് രണ്ടാമത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഒരു കോർ മെമ്മറിയാണ്. നമുക്കടെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പടം റീ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു പടം ഏതായിരിക്കും? ഞാൻ ഭയങ്കര ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് പടങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കിടെ ഒരു മാസ് പടം ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങളൊക്കെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളുണ്ട്. ഭൂമിയുടെ പെർഫോമൻസ് ഡ്രിവൺ ആയിട്ടുള്ള പണ്ടത്തെ കുറെ പടങ്ങളുണ്ട്. അതിപ്പോ തനിയാവർത്തനം എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. തനിയാവർത്തനം ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല സിനിമകളുണ്ട്. കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. വെള്ളിയേട്ടൻ ഇതുപോലെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടു, ടിവിയിലും കണ്ടു. വാഹനം മാറ്റി കൊടുക്കേണ്ടതാണ്. എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പടമാണ് റിലീസ് ചെയ്യണമെന്ന്
ബിലാൽ ഷുഡ് കം ബാക്ക്. എങ്ങനെയുണ്ടായിരുന്നു പടം? പടം അടിപൊളി. നമ്മൾ കണ്ട മൂവി ആണെന്നുണ്ടെങ്കിലും അത് 4K ഡോൾബി അറ്റ്മോസ്ഫിയർ റീമാസ്റ്റേർഡ് വേർഷൻ കാണുമ്പോഴേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ കലാമ ചേട്ടൻ അതേപോലെ തന്നെ ബർബീസ് ഒന്നുകൂടി ബാക്ക് തിയേറ്റേഴ്സ് കാണാൻ പറ്റിയ ചാൻസ് കൂടിയിട്ടാണ്. പിന്നെ മമ്മൂട്ടി സാറിന്റെ മാസൻ ക്ലാസ്സിലുള്ള വരവും പിന്നെ ഇട്ടിക്കണ്ടപ്പന്മാരായിട്ടുള്ള ഫൈറ്റും അതെല്ലാം കൂടിയിട്ട് ഒരു ആക്ഷൻ പവർ പാക്ക് മൂവി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതൊരു നല്ലൊരു ക്വാളിറ്റിയിൽ സൗണ്ട് ക്വാളിറ്റി, ഒരു മികച്ച സൗണ്ട് ക്വാളിറ്റി, വിഷ്വൽ ക്വാളിറ്റിയിൽ കൂടിയിട്ട് കാണാൻ പറ്റിയതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പ്ലസ് ഇതൊരു ഫാൻ ഷോ കൂടിയിട്ടായിരുന്നു. ഡബിൾ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫാൻസും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ഡേ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള കിട്ടിയതിൽ ഭയങ്കര അപ്പൊ ഈ പടം റിലീസ് ആവുന്ന സമയത്ത് എത്ര വയസ്സുണ്ടായിരുന്നു? ഞാൻ ഈ പടം റിലീസ് ആകുമ്പോഴേക്കും ഞാൻ ജനിച്ച് ഇയറിലാണ് ഈ പടം റിലീസ് ആയത്. 2000 ജനിച്ചത്. സെപ്റ്റംബറിൽ എനിക്ക് 6 months ഉള്ളപ്പോഴാണ് ഞാൻ ജനിച്ചത്. അതിലേക്ക് ഇതൊക്കെ ഇറങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞ് 24 years എനിക്കും ഈ മൂവിക്കും 24 years ആണ്. സോ 24 years കഴിഞ്ഞ് ഈ മൂവിയുടെ റിലീസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം 24 years ബാക്ക് ഇറങ്ങിയൊരു പടം അത് വീണ്ടും നമ്മൾ ഈ തിയേറ്ററിൽ 4K കണ്ടപ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് കുഞ്ഞിലെ തന്നെ കണ്ടു വളരുമ്പോൾ കണ്ട മൂവി തന്നെയാണ്. പക്ഷെ അത് 4K ഒരു നല്ലൊരു ക്വാളിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര. അല്ല, നമ്മളിപ്പം ഓൾമോസ്റ്റ് ചാനലിലെല്ലാം ഒരു 1000-ന് മേളിൽ വന്നിട്ടുള്ള ഒരു പടം നമ്മളിപ്പോഴും കണ്ടു മറന്ന ഒരു എപ്പോഴും കാണാപ്പാടായിട്ടുള്ള ഒരു സിനിമ ഈ തിയേറ്ററിൽ വരുന്നു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഇത്ര കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മതി വരില്ല. അപ്പൊ അതേപോലത്തെ സിനിമ തന്നെയാണ് വല്യേട്ടൻ. അപ്പൊ അത് 4K കാണുമ്പോഴേക്കും അതിന്റെ നമ്മൾ കൈരളിയിലോ അല്ലെങ്കിൽ വേറെ സ്ക്രീനിങ് പ്ലാറ്റ്ഫോംസിലോ കണ്ട് ഒരു ക്വാളിറ്റിയിലല്ല നമ്മൾ കാണുന്നത്. ഇതൊരു ബിഗ് സ്ക്രീനിലാണ് കാണുന്നത്. അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഡിഫറെന്റ് തന്നെയാണ്. ഓക്കെ.